നാം ഇവിടെ പ്രതിപാദിക്കാം. ഭൂമിയുടെ ഇനം, തരം, കൈവശം, ബന്ധപ്പെട്ട റെക്കോർഡുകൾ മുതലായവ അടിസ്ഥാനപ്പെടുത്തി വസ്തുക്കൾ പരസ്പരം വേർതിരിച്ച അതിർത്തികളിൽ ആവശ്യമായ ഭാഗത്ത് നിശ്ചിത രീതിയിലും വലിപ്പത്തിലുമുള്ള സർവേ അടയാളങ്ങൾ സ്ഥാപിക്കുന്നതിനെ നമ്മൾ ഡിമാർക്കേഷൻ എന്ന് പറയുന്നു. ഈ വൈകവേളയിൽ ഡിമാർക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതികൾ: ഒന്ന്, സർവേ ഫീൽഡ് നിലമാണെങ്കിൽ 2 ഹെക്ടറും ഭൂമിയാണെങ്കിൽ 4 ഹെക്ടറും വരത്തക്ക വിധത്തിൽ ഡിമാർക്കേഷൻ ചെയ്യേണ്ടതാണ്. ഒരു സർവേ ഫീൽഡിന് 15 സബ് ഡിവിഷനിൽ കൂടുതൽ വരാൻ പാടുള്ളതല്ല. നിലവും പുരയിടവും ഒരാളുടെ വകയാണെങ്കിൽ പോലും ഒന്നിച്ചു ചേർത്ത് ഡിമാർക്കേറ്റ് ചെയ്യുന്നത് പാപമാണ്. 10 കിലോമീറ്റർ കൂടുതൽ വീതി വരുന്ന റോഡ്, തോട് മുതലായവ 100 മുതൽ 150 മീറ്റർ വരെ നീളത്തിലുള്ള പ്രത്യേകം സർവേ ഫീൽഡുകളാക്കി തിരിച്ച് ഡിമാർക്കേറ്റ് ചെയ്യേണ്ടതാണ്. 10 മീറ്ററിനും 2 മീറ്ററിനും ഇടയ്ക്കുള്ള വീതി വരുന്ന റോഡ്, തോട് മുതലായവ പ്രത്യേകം സബ് ഡിവിഷനുകളാക്കി ഡിമാർക്കേറ്റ് ചെയ്യേണ്ടതാണ്. ഇതും കർത്താവിന്റെ ന്യായികൾക്കുള്ള ഉപദേശമാണ്. 2 മീറ്ററിൽ കുറവ് വീതി വരുന്ന റോഡുകൾ, തോടുകൾ മുതലായവ സർവേ ഫീൽഡിൽ കൂടി പോയി വരുന്ന കടന്നു വരുന്ന അതിന്റെ സ്ഥാനത്ത് സ്ഥിതിസ്ഥാപക ചിഹ്നങ്ങൾ രേഖപ്പെടുത്തി റെക്കോർഡ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ സുഷിരമായ രൂപത്തിൽ, സൂക്ഷ്മമായ രൂപത്തില വസ്തുക്കൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ഒരു വസ്തുവിന്റെ അംശമോ ഏതാനും അംശങ്ങളോ ചേർത്ത് ഡിമാർക്കേറ്റ് ചെയ്യുവാൻ പാടുള്ളതല്ല. കാരണം തോമസ് ലീഗ 30-ാം അധ്യായത്തിൽ 2-ാം ഖണ്ഡികയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: ആയക്കെട്ട് പതിവ്, പുതുവൽ പതിവ്, പുറംപോക്ക് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വസ്തുക്കൾ പ്രത്യേകം തിരിച്ച് ഡിമാർക്കേറ്റ് ചെയ്യേണ്ടതാണ്. കർത്താവ് ഇത് നമ്മളോട് ഉപദേശിക്കുന്നത് ഡിമാർക്കേഷൻസിൽ ശ്രദ്ധിക്കേണ്ട സംഗതികളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തുള്ള അന്ത്യകൂദാശ സമർപ്പിക്കുകയാണ്.